ഇന്ന് ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിക്കുകയാണ്. എറണാകുളത്തെ വിവിധ പള്ളികളിലും വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത പെസഹ വ്യാഴം ആചരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികളിലും പെസഹ വ്യാഴ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ഈ തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് സെന്റ് മേരീസ് കോൺവെന്റിലെ ചാപ്പലിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിക്കും. യേശുദേവന്റെ കുരിശുമരണത്തിന് തലേ ദിവസം യേശു തന്റെ 12 ശിഷ്യരുമൊത്ത് അന്ത്യ അത്താഴം കഴിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന അടക്കമുണ്ടാകും, കാൽകഴുകൽ ശുശ്രൂഷകളും ഉണ്ടാകും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ആരാധനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ചില പള്ളികളിൽ രാവിലെ 6 മണിക്ക് തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങിയിരുന്നു. കാൽകഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുദേവന്റെ 12 ശിഷ്യരെയും അവരുടെ കാലുകൾ യേശുദേവൻ എളിമയുടെ സന്ദേശം പകർന്നുകൊണ്ട് കഴുകിയിരുന്നു. ഈ ദിനത്തെ ആചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ പള്ളികളിലും പുരോഹിതർ 12 പേര് തെരഞ്ഞെടുത്ത 12 പേരുടെ കാൽകഴുകൽ ശുശ്രൂഷകൾ നടത്തും. എന്തായാലും ഈ പ്രാർത്ഥനകൾക്ക് ശേഷമായിരിക്കും കാൽകഴുകൽ ശുശ്രൂഷകളിലേക്ക് പുരോഹിതർ കടക്കുക. എളിമയുടെ സന്ദേശം പകർന്നുകൊണ്ട്, സഹനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് പെസഹ ദിനം ക്രൈസ്തവർ ആചരിക്കുന്നത്. എന്തായാലും ഇതിന് ശേഷം, അതായത് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം വീടുകളിൽ അപ്പം മുറിക്കൽ അടക്കമുള്ള ചടങ്ങുകളും ഉണ്ടാകും. തന്റെ ശരീരമാകുന്ന അപ്പവും അതോടൊപ്പം തന്നെ തന്റെ രക്തമാകുന്ന വീഞ്ഞും ശിഷ്യർക്ക് പകുത്തു നൽകി അത് അനുസ്മരിക്കുന്നതാണ് ഇത്തരത്തിൽ അപ്പവും വീഞ്ഞും നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥനകളിലേക്ക് വിശ്വാസികളും കടക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിലെ വിവിധ ഇടവകകളിലും വിവിധ പള്ളികളിലും നിലവിൽ പ്രത്യേക പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനായിട്ട് ഓരോ പള്ളികളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നിശ്ചയിച്ചിരിക്കുന്ന ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാന അടക്കം ഉണ്ട്. ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും പെസഹ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ പള്ളികളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാൽകഴുകൽ ശുശ്രൂഷ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷം വീടുകളിൽ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ദിനം ആചരിക്കും. അതിന്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അപ്പവും വീഞ്ഞും പങ്കിട്ട് കഴിക്കും. എന്തായാലും കുരിശുമരണത്തിന്റെ തലേനാൾ യേശുദേവൻ ശിഷ്യരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ലോക ക്രൈസ്തവ ജനത പെസഹ ദിനം ആചരിക്കുന്നത്. നാളെ ദുഃഖവെള്ളിയാണ്. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള തലേ ദിവസം എല്ലാ പള്ളികളിലും പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാകും. കാൽകഴുകൽ ശുശ്രൂഷ ഓരോ പള്ളികളിലും നിശ്ചയിച്ചിരിക്കുന്ന സമയം വ്യത്യസ്തമാണ്. എന്തായാലും രാവിലെയാണ് സെന്റ് മേരീസ് കോൺവെന്റിലെ ചാപ്പലിൽ കാൽകഴുകൽ ശുശ്രൂഷ നിശ്ചയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ ശുശ്രൂഷകൾ ആരംഭിക്കും. നിലവിൽ അതിന് മുന്നോടിയായിട്ടുള്ള സന്ദേശം പകർന്നുകൊണ്ട് പുരോഹിതൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 പേരും തൊട്ടപ്പുറത്തെ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇവരുടെ കാലുകൾ പുരോഹിതൻ കഴുകുക. അതിനുശേഷം ഈ ചടങ്ങുകൾ വീടുകളിലേക്ക് അപ്പം മുറിക്കൽ അടക്കമുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്യും. എന്തായാലും എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ പെസഹ ദിനത്തോടനുബന്ധിച്ച് തുടരുകയാണ്. ശരി രേഷ്മ.